വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക പപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പപ്പാസ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം, എണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട്, അത് ആഡ് ചെയ്യാം. നല്ലപോലെ മൂത്ത ശേഷം നമുക്ക് സവോള ആഡ് ചെയ്യാം. ഇനി ഉള്ളിയാണ് ബെറ്റർ. ശകലം ഉപ്പ് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റാം. ഇത്രയും വാടിയാൽ മതിയായിരിക്കും. നമുക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി മുളക് പൊടി ആഡ് ചെയ്യത്തില്ല. നല്ലപോലെ മൂക്കട്ടെ, നല്ലപോലെ മൂപ്പിക്കാം. നമുക്ക് ശകലം വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. നല്ല കിളുന്ത് വെണ്ടയ്ക്ക വേണം. ഇത് കിളുന്ത് വെണ്ടയ്ക്കയാണ്. നല്ലപോലെ വഴറ്റാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ടൊമാറ്റോ ആഡ് ചെയ്യാം. 2 ടൊമാറ്റോ ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഇത് തൊലി കളഞ്ഞ ടൊമാറ്റോയാണ്. നല്ലപോലെ ഇളക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കത്തില്ല. ഇപ്പം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ലപോലെ നമുക്ക് ഗരം മസാല ആയിട്ട് വേണ്ടത് പെരിഞ്ജീരകം, ഏലക്ക, കുരുമുളക്, ഒരു ഗ്രാമ്പു, പട്ട, ഇത്രയാണ് ആവശ്യം. നല്ലപോലെ പൊടിക്കാം നമുക്കത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം, അല്ല ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ശകലം ചൂടുവെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കണം. ഒത്തിരി ഒഴിക്കല്, ശകലം ഒഴിക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഗരം മസാല ആഡ് ചെയ്യാം. ഇപ്പം തക്കാളിയൊക്കെ നല്ലപോലെ ഉറഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും ഇതിൻ്റെ പാകം. നമുക്കിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ നമ്മൾ ഗ്രേവിയുടെ ആവശ്യം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇത്രയും മതിയായിരിക്കും. വേണമെങ്കിൽ ഇച്ചിരി കൂടെ നീട്ടാം തേങ്ങാപ്പാൽ. എനിക്കിത്രയും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പപ്പാസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച്.